കല കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുവൈറ്റിലെ എഴുത്തുകാരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മോഡറേറ്റർ ആശാലതയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുവൈറ്റിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പ്രേമനില്ലത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജവാഹറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ ധർമ്മരാജ് മടപ്പള്ളിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ സഖാവ് ഷിബു ഫിലിപ്പിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുവൈറ്റിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സാഹിത്യപ്രേമിയുമായ ശ്രീ സുനിൽ ചെറിയാനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരിയും സാഹിത്യകാരിയുമായ ശ്രീ മഞ്ജുവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പ്രസീത പാട്യത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും ഇവിടെ കുവൈറ്റിൽ ഉണ്ടായിരുന്നു, ഇപ്പം നാട്ടിൽ പോയതുമായ ശ്രീ സാം പൈനുമൂട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം 10 മിനിറ്റ് ലേറ്റ് ആകും. അദ്ദേഹം വരുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. കലാ കുവൈറ്റ് സംഘടിപ്പിക്കുന്ന കുവൈറ്റിലെ ആദ്യത്തെ സാഹിത്യ സംവാദമേളയായ കലാ കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KKLF-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നടക്കുന്ന സാഹിത്യ സംവാദ സെഷനുകളിൽ ആദ്യ സെഷനായ മരുഭൂമിയിൽ ഇനി എത്ര കഥകൾ ബാക്കിയുണ്ട് എന്ന പേരിൽ തന്നെ കലാ കുവൈറ്റ് KKLF-ലൂടെ അന്വർത്ഥമാക്കുന്നത് കുവൈറ്റിൻ്റെ പ്രവാസ ഭൂമികയിൽ സാഹിത്യത്തിൻ്റെ വളർച്ച എന്ന ലക്ഷ്യമാണ്. നമ്മുടെ ചുറ്റിലുമുള്ള നിരവധി പ്രവാസി എഴുത്തുകാരുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ. അവരുടെ എഴുത്ത്, വായന, പ്രവാസ സാഹിത്യത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ, ഇന്നിൻ്റെ പ്രതിസന്ധികൾ, നാളെക്കുറിച്ചുള്ള എഴുത്തിൻ്റെ സ്വപ്നങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പ്രവാസ സാഹിത്യ രംഗത്ത് നോവലിലൂടെയും ചെറുകഥകളിലൂടെയും തന്നിടം സൃഷ്ടിച്ച് P. കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ഉൾപ്പെടെ കരസ്ഥമാക്കിയ ശ്രീ പ്രേമനിലത്തിൽ നിന്നും തുടങ്ങാം. പ്രവാസി സാഹിത്യകാരന്മാർ പൊതുവെ സെൻറ്റിമെൻസിലും ഗൃഹാതുരതകളും ഒക്കെ അഭിരമിക്കുന്നവരാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. താങ്കളുടെ എഴുത്തനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ അഭിപ്രായത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ആദ്യമായി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഓർമ്മകളും ഭൂതകാലവും ഗൃഹാതുരതയൊക്കെ എഴുത്തിൻ്റെ ഊർജ്ജസ്ഥലികൾ തന്നെയാണ്. എന്നാൽ അത് പകർത്തി വയ്ക്കുന്നത് ആയിരിക്കരുത് സാഹിത്യം. എഴുത്തിൻ്റെ ഊർജ്ജസ്ഥലികളായ ഈ ഓർമ്മകളെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സർഗാത്മകതയുടെ മൂശയിൽ പരുവപ്പെടുത്തിയെടുത്തായിരിക്കണം ഇതിനെ സാഹിത്യത്തിലേക്ക് സംവദിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എഴുത്തുകാരൻ എപ്പോഴും ജീവിതം പകർത്തുന്നതിലല്ല, ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് സൗന്ദര്യം നിർമ്മിക്കുന്നത്. കസാൻ സാക്കീസ് യേശുക്രിസ്തുവിൽ നിന്നും നേടിയെടുത്തത് അതാണ്. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കീസും കിനാവള്ളി പോലെ വരിഞ്ഞു മുറുക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് സൗന്ദര്യം ഊറ്റിയെടുത്തുകൊണ്ടാണ് ലോക പ്രശസ്തമായ കൃതികൾ രചിച്ചിട്ടുള്ളത്. MT വാസുദേവൻ നായരും മഹാഭാരതത്തിൽ നിന്നല്ല, യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് രണ്ടാം ഊഴം എഴുതിയത്. കൃഷ്ണൻ്റെ വൈരുദ്ധ്യാത്മകമായ ഇടപെടലുകൾ
അതിൽ നിന്നാണ് MT സൗന്ദര്യം ഊറ്റിയെടുത്തുകൊണ്ട് രണ്ടാം ഊഴം എഴുതിയത്. അങ്ങനെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെ ഊർജം എന്നാണ്, സൗന്ദര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പകർത്തിയെടുക്കുമ്പോൾ അത് സാഹിത്യത്തിൻ്റെ ഒരു സൗന്ദര്യം അതിന് ലഭിക്കുന്നില്ല എന്നാണ്. നമ്മുടെ പ്രിയ എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം പോലും ആ ഒരു വിമർശനം നേരിട്ടതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൽ നജീബിൻ്റെ ജീവിത തീക്ഷ്ണത അതിൻ്റെ സർഗാത്മക സൗന്ദര്യത്തെ മറികടക്കുന്നതായതുകൊണ്ട് ആ പുസ്തകം പ്രവാസ വായനയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ വായനയിൽ സ്ഫോടനം സൃഷ്ടിച്ചു എന്നത് നമുക്കറിയാവുന്നതാണ്. അനുഭവങ്ങൾ എഴുത്തിൽ സന്നിവേശിപ്പിക്കുന്നതിൽ തെറ്റില്ല. അത് ആ കഥാപാത്രത്തിന് യോജിച്ച രീതിയിൽ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ അടിത്തട്ടിൽ അദൃശ്യമായി ഒഴുകുന്ന രീതിയിലായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില ഘട്ടങ്ങളിൽ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല എന്നും. എൻ്റെ ഈ നോവലിൽ ഞാൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അത് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ ഡാനിയൽ എന്ന കഥാപാത്രം ഒരു സംവാദത്തിൽ പറയുന്നുണ്ട്, ഗാന്ധി വധിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഒരു 10-20 വർഷം കൂടി ജീവിച്ചിരുന്നു, സ്വാതന്ത്ര്യാനന്തരം ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ത്യയുടെ ചിത്രം തന്നെ മാറുമായിരുന്നു. സന്ധി സംഭാഷണത്തിനും ലോക അംഗീകാരം നേടിയ ഗാന്ധി സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കാശ്മീർ വിഷയം ആ അതിർത്തികളിൽ കൂടി ഗാന്ധി ഒന്ന് നടന്നിരുന്നെങ്കിൽ ആ സംവാദങ്ങളിൽ ഒരുപക്ഷെ ഗാന്ധിക്ക് ആ കാശ്മീർ ഇഷ്യൂ പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്ന് അതിലെ കഥാപാത്രം പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് എഴുത്തുകാരൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ്. അപ്പോൾ അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എഴുത്തുകാരൻ്റെ ചിന്തകളെ, ഓർമ്മകളെ ഒക്കെ നമുക്ക് പകർത്തി വെക്കേണ്ടി വരും. ഇനി കൂടുതൽ ആളുകൾ സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം അടുത്തതായിട്ട് ധർമ്മരാജ് മാടപ്പള്ളിയോടാണ് ചോദിക്കാനുള്ളത്. പ്രവാസി എഴുത്തു ലോകത്തെ സജീവ സാന്നിധ്യമായ ശ്രീ ധർമ്മരാജ് മാടപ്പള്ളി, പ്രവാസി എഴുത്തുകാർ കൂടുതലും നവമാധ്യമങ്ങളിൽ എഴുത്തുകളിൽ കിട്ടുന്ന ലൈക്ക് ഷെയറുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടോ? കാപ്പി കൂടുതൽ വായിക്കപ്പെട്ടത് ഓൺലൈൻ ആയിട്ടാണോ? ഓൺലൈൻ വായനയും പുസ്തക വായനയും തമ്മിൽ എന്തെങ്കിലും വലിയ വ്യത്യാസങ്ങളുണ്ടോ? ഹലോ, നമസ്കാരം. എൻ്റെ പേര് ധർമ്മരാജ് മാടപ്പള്ളിയല്ല, ധർമ്മരാജ് മടപ്പള്ളിയാണ്. മടപ്പള്ളി കരുവള്ളൂർ, കയ്യൂർ, പുന്നപ്ര ഒക്കെ വിപ്ലവ രക്തസാക്ഷികളുടെ ഇടമെന്നതുപോലെ ഒഞ്ചിയത്തിൻ്റെ ഒരു പ്രാദേശിക ഭൂമികയാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളുടെ ഉടൽ ഭൂമിയാണ് മടപ്പള്ളി എന്ന് പറയുന്നത്. ഊരാളുങ്കൽ എല്ലാവർക്കും അറിയാം. മടപ്പള്ളിയുടെ ആദ്യത്തെ പേരാണ് ഊരാളുങ്കൽ. അത് ഇത്രയും ഒരു തിരുത്തുന്നതാണ്. മനുഷ്യനിൽ ഏറ്റവും പുരോഗമനകരമായിട്ടുള്ള ഏത് പ്രവർത്തനത്തിനും മുന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരർത്ഥത്തിൽ ഈ 1978 മുതൽ കുവൈത്തിൽ പ്രവർത്തിക്കുന്ന കലയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മിന്നുന്നൊരധ്യായമായിരിക്കും തീർച്ചയായും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇത്തരമൊരു ഉദ്യമത്തിന് മുതിർന്ന സംഘാടകർക്ക് ആദ്യമേ അഭിനന്ദനം പറയുന്നു. എഴുത്തിൻ്റെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ തീർച്ചയായും ഓർക്കപ്പെടേണ്ടത് എഴുത്തുകാരണം തെരുവിൽ ചോരയൊലിച്ച് കൊല്ലപ്പെട്ട മനുഷ്യരെയും പലായനം ചെയ്യപ്പെട്ട മനുഷ്യരെയും കൂടി ഓർക്കേണ്ടതുണ്ട്. കാരണം ഏത് എഴുത്തുകാരനും, ഏത് ലോകത്തെ ഏത് എഴുത്തുകാരനും തുടർച്ചയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം.
ഓൺലൈൻ നവമാധ്യമമാണല്ലോ. ഞാൻ കുവൈത്തിൽ 27 വർഷമായി ജീവിക്കുന്ന ഒരാളാണ്. ലേബർ ക്യാമ്പിലായിരുന്നു ആദ്യത്തെ ജീവിതം. അന്ന് എൻ്റെ ശമ്പളം ഞാൻ കൈപ്പറ്റിയിരുന്നത് ലേബർ ക്യാമ്പിൽ മാസാദ്യം അല്ലെങ്കിൽ മാസാന്ത്യങ്ങളിൽ ക്യൂ നിന്നാണ്. പൈസയായിട്ടാണ്, കറൻസി ആയിട്ടാണ് കിട്ടിയത്. പിന്നീടത് ബാങ്കിലേക്ക് മാറി, ബാങ്ക് കാർഡ് വന്നു. പിന്നീട് ഇപ്പം ഓൺലൈൻ ട്രാൻസാക്ഷനായി. അപ്പം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ ഓൺലൈനിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് ലിറ്ററേച്ചർ ട്രാൻസാക്ഷൻ ഓൺലൈൻ വഴി അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ കൂടി നവരീതികളിൽ കൂടി നടന്നുകൂടാ എന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പരിസരത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്. പലപ്പോഴും അത് രണ്ട് രീതിയിൽ ഈ ഓൺലൈനിൽ എഴുത്തുകാരനാണോ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടും, ഒരു അധകൃതനാണോ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കാപ്പിയാണ് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ. അതിന് ഇപ്പോൾ മറ്റു പല അവകാശികളുണ്ടെങ്കിലും കാലം പരിശോധിക്കാവുന്നതാണ്. അത് എഴുതാനുള്ള കാരണം, ഓൺലൈനിൽ ഇടാനുള്ള കാരണം, നമുക്ക് അന്നേരം ഏത് സാധ്യതകളാണ്, ആ സാധ്യത കുവൈറ്റിൽ വന്നപ്പോൾ തന്നെ കുവൈറ്റ് ടൈംസ് എന്നൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഒരു മലയാളം 2 പേജ് ഉണ്ടായിരുന്നു. അതിലെഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിലെഴുതിയൊരു കഥ വായിച്ചിട്ടാണ് സുനിൽ ചെറിയൻ എന്നെ വളരെ പണ്ട് എനിക്ക് തോന്നുന്നു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അന്വേഷിച്ച് വരികയും ഞങ്ങൾ പരിചയരാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന മീഡിയയാണ് ബ്ലോഗ് കാലത്ത് സുനിൽ ഞങ്ങളൊക്കെ അതിൻ്റെ കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഫേസ്ബുക്ക്. ഇനി എന്ത് വരും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴെപ്പോഴും ഒരു മനുഷ്യർക്ക് ഇടയിൽ സജീവമായി നിൽക്കുന്ന ഒരു മീഡിയ തന്നെയാണ് തീർച്ചയായും നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ എഴുത്തുമാധ്യമങ്ങൾ. 90കളിൽ അല്ലെങ്കിൽ 2000-ഓടെ പൂർണ്ണമായും കേരളത്തിൽ അവസാനിച്ചു പോയ സാഹിത്യോത്സവങ്ങളുടെ ഇപ്പോൾ അതിൻ്റെ ഒരു നവീകരണം, പുനരുദ്ധാരണം നടക്കുന്നത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടോടു കൂടി തന്നെയാണ്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്ര സജീവമായിട്ടുണ്ടാവത്തില്ല. കുടുംബ സംഗമങ്ങൾ, സാഹിത്യോത്സവങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു നവമാധ്യമങ്ങളുടെ ഒരു പുനർസൃഷ്ടിയാണ്. അത് തീർച്ചയായിട്ടും മനുഷ്യനെ നവീകരിക്കുന്നുണ്ട്. വേറൊരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു വിജ്ഞാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിതരണം നടക്കുന്നത്, ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ളൊരു വിതരണം നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്ഷൻ റൈറ്റർ, ചിലോളത് ശരിയാവും, ചിലോളത് ശരിയാവില്ല. ഈ സാധനം വന്നത് ഇത് മിൽമ പിന്നീട് എടുത്തു. ചിലപ്പോൾ ശരിയാവും, മിൽമ പാലുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ശരിയാവും എന്നൊരു ക്യാപ്ഷൻ മിൽമ ഏറ്റെടുത്തു. ധർമ്മരാജ് മടപ്പള്ളിയിൽ നിന്ന് ഞാൻ ജവഹറിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ മടപ്പള്ളി പറഞ്ഞതുപോലെ നവമാധ്യമങ്ങളിലെ എഴുത്താണെങ്കിലും സാധാരണ രീതിയിലുള്ള എഴുത്താണെങ്കിലും പ്രവാസികൾക്കിടയിൽ സംസ്കാരങ്ങളെ യോജിപ്പിക്കാൻ ഊന്നൽ നൽകിക്കൊണ്ടുള്ള എഴുത്തുകളും സ്വഭാവ സ്പന്ദനങ്ങൾ തുറന്നു കാണിക്കുന്ന എഴുത്തുകളും കുറവാണ് എന്നതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ജവഹർ. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രവാസം എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഈ പ്രവാസ സാഹിത്യം കൂടി വരുന്നതെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം തുടങ്ങുന്നത് തന്നെ രവി കൂമങ്കോവിൽ ബസ് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഒരു പ്രവാസ ജീവിതം അവിടെ തുടങ്ങുകയാണ് കൂമങ്കൊല്ലിയിൽ. അപ്പോൾ പ്രവാസത്തിൻ്റെ സാഹിത്യം എന്ന് പറയുമ്പോൾ ബോംബെ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നുള്ള സാഹിത്യവും പിന്നെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള സാഹിത്യം എന്നുള്ള ഗൾഫ് മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിലുള്ള സാഹിത്യം എന്നുള്ള രീതിയിൽ പറയാം. അപ്പം എന്നെ ആദ്യമായി സ്വാധീനം ചെലുത്തിയ പ്രവാസ സാഹിത്യം എന്ന് പറയുന്നത് ആൾക്കൂട്ടാണ്, ആനന്ദിൻ്റെ ആൾക്കൂട്ടമാണ്. പിന്നെ അതിന് ശേഷം ബാക്കി പ്രമുഖരായ എഴുത്തുകാർ, ഇപ്പോൾ OV വിജയനാണെങ്കിലും മുകുന്ദൻ, M മുകുന്ദനാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും പ്രവാസ ലോകത്തിൻ്റെ, അതായത് കേരളത്തിൽ നിന്ന് പുറത്തു പോയി അവിടെ ജീവിച്ച് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോവലുകളുടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ MP മുഹമ്മദ് എണ്ണപ്പാടം എന്നുള്ളൊരു മലേഷ്യൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യ ചരിത്രമാണ്. അപ്പം മിക്കവാറും ഇപ്പോൾ ബഷീർ, MT
ബഷീറും എം ടി എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാട്, അവരുടെ ലോകം, ആ ലോകത്തിൽ നിന്നാണ് പരമാവധി അവർ എഴുത്തുകൾ സൃഷ്ടിക്കപ്പെട്ടുള്ളൂ. ബാക്കി ഇപ്പോഴുള്ള എഴുത്തുകാർ മുഴുവനും പ്രധാനപ്പെട്ട ആൾക്കാർ, ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വായിക്കപ്പെട്ടുള്ള, ഒരുപാട് ആഘോഷിക്കപ്പെട്ട ബെന്യാമിൻ്റെ ആടുജീവിതം, ഇതെല്ലാം പ്രവാസ ലോകത്തിൽ നിന്ന് എഴുതപ്പെട്ടതാണ്. ഇപ്പം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ചരിത്രമാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഇവിടെയുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ള ഒരു സന്ദർഭം നമുക്കില്ല. ഇവിടെയുള്ള എഴുത്തുകാരെന്ന് പറയുന്നത് പ്രധാനമായും നോസ്റ്റാൾജിയയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടുത്തെ അറബ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുമായി ഇൻവോൾവ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ എഴുതുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും പല ശ്രമിക്കാറുണ്ട്, പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു നോവൽ എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കുവൈറ്റ് പശ്ചാത്തലമാണ്. കുവൈറ്റിലെ ഭൂപ്രകൃതിയും കുവൈറ്റിലെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലും ഇതെല്ലാം നമ്മുടെ നാട്ടിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സന്നിവേശിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ഭൂപ്രകൃതിയുമായി അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരവുമായി ഇടപെട്ട് കൂടുതൽ എഴുത്തുകൾ നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് കലാകുവൈറ്റ് മുൻ ഭാരവാഹിയും മികച്ച പ്രവാസിക്കുള്ള സ്വർലയ പുരസ്കാരം ഉൾപ്പെടെ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ സാം പൈനമൂട്ടിലേക്ക് പോവുകയാണ്. കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ചൊക്കെ എഴുതിയ ആളാണല്ലോ താങ്കൾ. ശക്തമായ നിരൂപണങ്ങൾ, വിവർത്തനങ്ങൾ എന്നിവയൊക്കെ പ്രവാസി എഴുത്തുകാർ എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നവരിൽ നിന്നും കാണാറില്ലാത്തത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വൈകി വന്നതിൽ ക്ഷമാപണം. നിരവധി പ്രതിഭാധനരായ മലയാളി എഴുത്തുകാർ ഈ മണ്ണിൽ നിന്നും കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. മോഹനവർമ്മ മുതൽ മേതിൽ രാധാകൃഷ്ണൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ കരുണാകരൻ വരെ ഇന്ന് കേരളത്തിൽ സജീവമാണ്. എന്തുകൊണ്ട് പ്രവാസത്തിൻ്റെ നൊമ്പരങ്ങൾ അവരെഴുതിയില്ല? ഗ്രഹാതുരത്വം ബാധിച്ചുവോ? എന്നീ ചോദ്യങ്ങൾ നമ്മൾ സ്വയം വിമർശനവിധേയമായി കാണേണ്ടതാണ്. ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് കുവൈറ്റ്. അറബ് സാഹിത്യത്തിൻ്റെ വിളനിലമെന്ന് വേണമെങ്കിൽ പറയാം. നിരവധി ശ്രദ്ധേയരായ എഴുത്തുകാർ കുവൈറ്റിലുണ്ട്, അറബ് മേഖലയിലുണ്ട്. വിശുദ്ധ ഖുറാനിൽ തുടങ്ങി ഉമർ ഖയാമിലൂടെ, ഖലീൽ ജിബ്രാനിലൂടെ വലിയ സാഹിത്യ പാരമ്പര്യം നേടുന്ന ഈ മണ്ണിൽ ഇന്ന് കുടിയേറ്റത്തിൻ്റെയും കുടിയിറക്കത്തിൻ്റെതും അതുപോലെ തന്നെ ഭീകരതയുടേതും അധിനിവേശത്തിൻ്റെയൊക്കെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ സാഹചര്യങ്ങളെ സർഗാത്മകമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. സർഗാത്മകമായ ഒരുപാട് കൃതികൾ അറബ് സാഹിത്യത്തിലുണ്ട്, അതിനെ വിവർത്തനം ചെയ്യാനും നമുക്ക് കഴിയുന്നില്ല. ഇത് നമ്മുടെ ഒരു പരിമിതിയാണ്. 4 പതിറ്റാണ്ട് ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഞാൻ കുറ്റബോധത്തോടുകൂടി ഓർക്കുന്നൊരു കാര്യം കൂടിയാണിത്. എന്തുകൊണ്ട് അറബ് സാഹിത്യത്തിൽ അവഗാഹം നേടാൻ എനിക്ക് കഴിഞ്ഞില്ല? അറബ് ഭാഷ എന്തുകൊണ്ട് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല? അറബ് കൾച്ചർ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ഒരു സാംസ്കാരിക പ്രവർത്തന നിലയ്ക്ക്, എഴുത്തിൻ്റെ മേഖലയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് സുഹൃത്ത് ഇപ്പം എന്നോട് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ വരും നാളുകളിലെങ്കിലും പ്രയോജനപ്പെടുത്താൻ എഴുത്തിൻ്റെ മേഖലയിൽ അഭിനയിക്കുന്ന കുവൈറ്റിലെ എഴുത്തുകാർക്ക് കഴിയണം എന്നാണ്
എനിക്ക് വളരെ സ്നേഹപൂർവ്വം ഓർപ്പിക്കാനുള്ളത്. ഈ അവസരത്തിൽ ഞാൻ പ്രേമനില്ലത്തിനെ ഓർക്കുകയാണ്. പലസ്തീൻ വിഷയമാക്കിക്കൊണ്ട് മലയാളത്തിലൊരു നോവൽ അദ്ദേഹം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഞാൻ സൂചിപ്പിച്ച മേതിലടക്കം, മോഹനവർമ്മയടക്കം, കരുണാകരനടക്കമുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് ഒരുപക്ഷെ പ്രേമൻ കൈവച്ചത്. അപ്പം അത്തരത്തിലുള്ള സർഗാത്മക സാഹിത്യത്തിൻ്റെ ഉള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇതാണ് എനിക്ക് ഈ രാവിലെ നിങ്ങളുമായി പങ്കിടാൻ ഉള്ളത്. സാമ്പന്യമോട് പറഞ്ഞ അഭിപ്രായമാണെങ്കിൽ പോലും ആനുകാലിക അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത് മഞ്ജു മൈക്കിളിനോടാണ്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എഴുതി തുടങ്ങി കഥാ രംഗത്ത് കടന്നു വന്ന മഞ്ജു മൈക്കിളിനോട് പ്രവാസി എഴുത്ത്, ഗൾഫ് പതിപ്പ് അങ്ങനെ ഒരു സംവരണത്തിലേക്ക് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? നമസ്കാരം. അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടൽ എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ. കാരണം പ്രവാസി എഴുത്തുകാർ എന്ന് പറഞ്ഞൊരു കൂട്ടർ തന്നെ ഉണ്ടോ, അങ്ങനെ മാറ്റി നിർത്തേണ്ടതായിട്ട് തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു വിഭാഗത്തിന് വേർതിരിക്കണമെന്ന്. കാരണം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ബെന്യാമിൻ പോലുള്ള എഴുത്തുകാർ, അതുപോലെ തന്നെ സരിത സാവിത്രി, പ്രേമനില്ലത്ത്, ഇവരെല്ലാവരും തന്നെ പ്രവാസ ജീവിതത്തിൽ നിന്ന് വന്നിട്ട് എഴുത്തിൻ്റെ മേഖലയിൽ വളരെയധികം സാന്നിധ്യം തെളിയിച്ച ആൾക്കാരും, അതുപോലെ അവരുടെ ബെന്യാമിൻ്റെ ആടുജീവിതം അത് വെള്ളിത്തിരയിലേക്കും, അതുപോലെ തന്നെ ഹരിത സാവിത്രി ഒത്തിരി അവാർഡുകൾ നേടിയ ഇവരെല്ലാവരും തന്നെ നമ്മുടെ പ്രേമനില്ലത്തിൻ്റെ ഇതിൻ്റെ നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ എഴുതി ഉടനെ തന്നെ അവാർഡ് ലഭിച്ച ഒരു കൃതി ഇതാണ് നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ. അതും ഇതുപോലെ വെള്ളിത്തിരയിലേക്ക് എത്തപ്പെടുന്നു എന്ന് കേൾക്കുന്നു. അതും ഒരു സന്തോഷമുള്ളത്. പ്രവാസികളെ അങ്ങനെ വേർതിരിച്ച് ആണെഴുത്ത് പെണ്ണെഴുത്തെന്നോ പ്രവാസി എഴുത്തുകാരെന്നോ അങ്ങനെ തിരിക്കേണ്ട എഴുത്ത് എവിടെയും അംഗീകരിക്കപ്പെടും. എഴുത്തിൽ കാമ്പുണ്ടെങ്കിൽ എല്ലാ എഴുത്തുകാരും അംഗീകരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു. അതുപോലെ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കുമാരനാശാൻ തുടങ്ങി ഇതുപോലെ പ്രവാസം എഴുത്ത് തന്നെയായിരുന്നു. MT, അതുപോലെ ബഷീർ, ഇവരെല്ലാവരും ഇങ്ങനെ പ്രവാസി എഴുത്തുകാരെന്നുള്ള രീതിയിൽ എഴുത്തിൻ്റെ ഇതെല്ലാം തെളിയിച്ചിരിക്കുന്ന ആളുകളാണ്. നന്ദി. അടുത്തതായി പ്രസീത പാട്യത്തിനോടാണ്. കഥയെഴുത്തിലൂടെ പ്രവാസ എഴുത്ത് രംഗത്ത് ശ്രദ്ധേയായ ശ്രീ പ്രസീത പാട്യം, പ്രവാസി എഴുത്തുകാർക്ക് ആഴത്തിലുള്ള വായനാനുഭവങ്ങളുടെ കുറവുണ്ടോ? പരസ്പര വായനകളാണോ കൂടുതൽ നടക്കുന്നത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് മൂല്യബോധത്തോടെ ചിട്ടപ്പെടുത്തിയൊരു ജീവിത രീതി മാത്രമല്ല, ചിന്തയുടെ ഔന്നത്യങ്ങളിലേക്കും നമ്മളെ എത്തിക്കുന്നുണ്ട്. പിന്നെ പരസ്പരമുള്ള വായന, പ്രവാസ ലോകത്തെ എഴുത്തുകാർ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും വിശ്വസാഹിത്യകാരന്മാരെയൊക്കെ നമ്മളെപ്പോഴും ഏത് സമയത്തും വായിക്കപ്പെടുന്നതും ഒക്കെയാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ പുസ്തകങ്ങളും അവരുടെ എഴുത്തും വായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നൊരു ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. പിന്നെ പരന്ന വായന ഇല്ല, ശരിയാണ്. നമ്മുടെ ഒരു ബാല്യകാല, കൗമാരകാല, യൗവനകാലത്ത് വായനശാലയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് MTയെയും മാധവിക്കുട്ടിയെയും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയും M മുകുന്ദൻ്റെയും കഥകളൊക്കെ വായിച്ച് വളർന്നവരാണ്. ഇവിടെ പ്രവാസ ലോകത്ത് വായന മരിച്ചിട്ടില്ല എന്ന് വേണം പറയാം. ഇവിടെ ഒരുപാട് ലൈബ്രറി ഗ്രൂപ്പുകളുണ്ട്. പരസ്പരം പുസ്തകങ്ങൾ കൈമാറുകയും വാങ്ങി വായിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. പ്രവാസത്തിൻ്റെ ഏകാന്തത ഒരളവ് വരെ വായനയിലൂടെ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പിന്നെ കലാകോവിത്ത് പോലെയുള്ള വേദികളിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആ ഒരു പ്രോത്സാഹനവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ നാടകരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സുനിൽ ചെറിയാൻ, പ്രവാസ സാഹിത്യത്തിന് വേറിട്ട ഒരു ഭാഷയുണ്ടോ? അവൻ്റെ അനുഭവങ്ങൾ അവനെ അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ വ്യഥകളും സ്വപ്നങ്ങളും ഇനിയും പൂർണ്ണമായും എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് പെണ്ണെഴുത്ത്, ഗൾഫ് നാടുകളിൽ നിന്നുള്ള പെണ്ണെഴുത്തെന്നുള്ള വാക്ക് ഇപ്പോൾ പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ.
പെണ്ണനുഭവങ്ങൾ നമുക്ക് തുലവും വിരളമാണ്. അതിൻ്റെ പ്രവാസ ലോകത്തുനിന്ന് ഈ നല്ലൊരു കൃതി ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ആടുജീവിതമാണ്. ആടുജീവിതത്തിൽ ഒരു പ്രവാസിയുടെ ദൈന്യത മുഴുവൻ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇനി അതൊക്കും മേലെ പോവാൻ ഒന്നുമില്ല. ആടുജീവിതത്തിൻ്റെ ഫീമെയിൽ വേർഷനാണ് ഗദ്ദാമ. അപ്പോൾ അവിടെ ആ സാധ്യതയും അടഞ്ഞു. അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘ വേർഷനാണ് അറബിക്കഥ. പക്ഷെ നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ട വിഷയങ്ങൾ, ഇപ്പോൾ വെള്ളിയാഴ്ച ദാമ്പത്യം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇവിടെ. ഭർത്താവ് ജോലി ചെയ്യുന്നു, ഭാര്യ ജോലി ചെയ്യുന്നു, മക്കൾ നാട്ടിൽ. ഭർത്താവ് അയാളുടെ കമ്പനി അക്കോമഡേഷൻ, ഭാര്യ അവരുടെ കമ്പനി അക്കോമഡേഷൻ. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ വല്ലയിടത്തുമായിരിക്കും. ഇങ്ങനെ ഗൾഫിന് വേണ്ടി മാത്രം, ഗൾഫിൽ മാത്രം നടക്കുന്ന സംഗതികൾ സാഹിത്യത്തിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് തീർച്ചയില്ല. വേറൊന്ന്, ഞാൻ കുവൈറ്റിൽ വന്നതിന് ശേഷമാണ് ഓണസദ്യക്ക് ചിക്കൻ കഴിക്കുന്നത്. ഓണസദ്യക്ക് ഒപ്പം ചിക്കനും വിളമ്പാനുള്ള കാരണം അന്ന് ഓണത്തോടൊപ്പം ഈദ് വന്ന ഒരു അവസരത്തിലായതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഈ പ്രവാസ എഴുത്തിൻ്റെ ഒരു കുഴപ്പം, അത് വളരെ ഡിസ്റ്റോപ്പിയനാണ്, വളരെ ദൈന്യതയെ കൂട്ടുപിടിക്കുന്നു. പട്ടിണി, പിന്നെ ഏകാന്തത. എന്നാൽ ഇവിടെ ഹോമിക്കപ്പെടുന്ന ലൈംഗികത ആരും തൊടാത്തൊരു വിഷയമാണ്. ഇവിടെ ഈ ബാച്ചിലേഴ്സ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പുരുഷാരങ്ങളുടെ ചിന്തകൾ, ഒരു സ്ത്രീ സാന്നിധ്യമില്ലാത്ത, സ്ത്രീ ദർശനമില്ലാത്ത, കുഞ്ഞുങ്ങളെ തൊടാൻ കിട്ടാത്ത, അവർ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അവരുടെ മോഹഭംഗങ്ങൾ, ഇതൊക്കെയാണ് ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട വിഷയം. ഭാഷയെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഭാഷ ഇപ്പോൾ പ്രവാസികളായിട്ട് ഒരു പ്രത്യേക ഭാഷ ഉണ്ടാക്കണമെന്നില്ല. ഇപ്പോൾ ഈ ദൈനംദിന ജീവിത ഭാഷയാണ് സാഹിത്യത്തിലും ഉപയോഗിക്കുന്നത്. നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാവും. ഭാഷ പണ്ട് ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയായി. സാധാരണക്കാരനും ആർക്കും എഴുത്തുകാരനാവാവുന്ന ഒരു ജനാധിപത്യ ജനകീയ കാലത്താണ് നമ്മളും ജീവിക്കുന്നത്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാസഭൂമിയുടെ ആടുജീവിതം പോലുള്ള കഥകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എനിക്ക് ഷിബു ഫിലിപ്പിനോടാണ് സംസാരിക്കാനുള്ളത്. പ്രവാസഭൂമിയുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ വളരെ കുറച്ച് എഴുത്തുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത്തരത്തിൽ എഴുതാൻ എന്തെങ്കിലും പരിമിതികൾ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഹലോ, സയൻസിലുള്ളവരും എൻ്റെ ചുറ്റിലും ഇരിക്കുന്നവരെ, സയൻസിലുള്ള സാഹിത്യകാരന്മാരായ ശ്രീ ബെന്യാമിൻ, അശോകൻ ചേരുവേൽ, ഹരിത സാവിത്രി, പിന്നെ എൻ്റെ പരിചിതരായ സുഹൃത്തുക്കളെ, സാം പൈനമൂട് ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹം ഇവിടുത്തെ സംസ്കാരത്തെ പറ്റി എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അതുതന്നെയാണ് എൻ്റെ അഭിപ്രായവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, യൂറോപ്പിൻ്റെ സൃഷ്ടിയാണ് ഫാഷിസവും നോവലും എല്ലാം. അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷണമൊത്ത നോവൽ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് അതിനു മുമ്പ് നോവലുകളുണ്ടായിരുന്നു? ലക്ഷണമൊത്ത നോവൽ എങ്ങനെയായി? അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ധർമ്മം പറഞ്ഞത് ഞാൻ ഓർക്കുകയായിരുന്നു. യൂറോപ്പിൻ്റെ മോഡേൺ എറയോടുകൂടി ഫിലോസഫിയിൽ നിന്ന് ശാസ്ത്രം വന്നു, അത് സ്പെഷ്യലൈസ് ചെയ്തു. അതിങ്ങനെ മാറി 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 ഇപ്പം നവമാധ്യമങ്ങൾ വന്നു. ധർമ്മം പറഞ്ഞത് ഞാൻ തൊട്ട് പോവുകയാണ്. നവമാധ്യമങ്ങൾ വന്നതോടുകൂടി സാഹിത്യത്തിലുണ്ടായിരുന്ന ഹൈബ്രോയും ലോബ്രോയും തമ്മിലുള്ള ആ വ്യത്യാസം മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയതുകൊണ്ടാണ് ഒരു ജനാധിപത്യപരമായ ഒരു സംവാദം അവിടെ വന്നത്. അതോടുകൂടി
ഈ നോവലിനെയൊക്കെ കറക്റ്റായിട്ട് ലക്ഷണമൊത്തതാണോ അല്ലാത്തതാണോ എന്ന നോവലിലെ വിമർശകന്മാരും അപ്രത്യക്ഷമായി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം തോമസ് മന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഏതൊരു ദേശത്ത് ചെന്നാലും നമ്മുടെ ദേശത്തിൻ്റെ ആ ഒരു 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 ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഏട് നമ്മളെപ്പോഴും വഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ വന്നവരെല്ലാം നമ്മുടെ ആൾക്കാരാണ്. അങ്ങനെയുള്ള എഴുത്തുകളെ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ എഡ്ഗാർ റൈസ് ബറോസ് ടാർസനൊക്കെ എഴുതുപോലെ അദ്ദേഹം കാണാത്ത മേഖലകൾക്ക് എഴുതാം, അല്ലെങ്കിൽ പൂവടം വെച്ചുകൊണ്ട് വേറെ ഏതൊക്കെ എഴുതാം. പക്ഷേ അത് എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുമെന്നോ അതെത്രത്തോളം മനുഷ്യൻ്റെ സമൂഹത്തിൽ ചലനം വരുത്തുമെന്നോ നമുക്കറിയത്തില്ല. സാഹിത്യം എന്ന് പറയുമ്പം, നോവൽ എന്ന് പറയുമ്പം അതൊരു ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, ഇങ്ങനെ അല്ലായിരിക്കണം ജീവിക്കണമെന്നുള്ളതല്ല. അത് പറയുന്നത് ഇപ്പം നോവൽ എഴുതുന്നവനേക്കാളും ബുദ്ധിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ വിവേകമുള്ളതായിരിക്കണം നോവൽ എഴുത്തുകാരനേക്കാളിലും അങ്ങനെ പറഞ്ഞ ചിന്തകരുണ്ട്. അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അതിൻ്റെ ആ സമഗ്രതയിൽ വരണമെങ്കിൽ നമ്മൾ ആ സംസ്കാരത്തെ അത്രമാത്രം അറിഞ്ഞ് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ജീവിക്കുന്ന പ്രവാസ എവിടെയാണോ ജീവിക്കുന്നത് അങ്ങനെ സാധ്യമായുള്ളൂ. അത് എത്രത്തോളം സാധ്യമാകും എന്നറിയില്ല. ഇനിയും വരുമായിരിക്കും. കാലമല്ലേ എല്ലാം വരുന്നത്, കാലത്തിൽ നിന്ന് എല്ലാം പുറപ്പെടുന്നത്. അല്ലാത്തതെല്ലാം നമ്മൾ വെറുതെ സൃഷ്ടിക്കുന്നതാണ്. കാലം കൊണ്ടുവരുന്ന കൃതികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. എന്ന് കൂട്ടിച്ചേർക്കുന്നതിനായി ഇടയ്ക്ക് സമയത്തിന് ക്ലിപ്തത കൊണ്ടാണ് ധർമ്മരാജ് മടപ്പള്ളിയിൽ നിന്ന് കുറച്ച് വിലക്കി പോകേണ്ടി വന്നത്. ഒന്ന് ചോദിക്കുകയാണ്. നിത്യവും മാറി മറിയുന്ന വിവരസാങ്കേതികതയുടെ പിൻബലത്തിൽ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളുടെ കാഴ്ചകൾ ഒരു ഹൈ ഡെഫിനിഷൻ സ്ക്രീനിൻ്റെ വ്യക്തതയോടെ തുറന്നിടപെടുമ്പോൾ സ്വാഭാവികമായും പിൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്കത്ത ഒരു സ്വയം നവീകരണം പ്രവാസിക്ക് സാധ്യമാകുന്നുണ്ടോ? നാട്ടിൽ നമ്മൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും കാഴ്ചപ്പാടും പൂർണ്ണമായിട്ടും മാറുന്നൊരു അവസ്ഥയുണ്ട്. അത് ഭാഷയിലും നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലും ഭാഷയിൽ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഒരു കാഴ്ചപ്പാട് വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ വേറൊരു രീതിയിൽ വേറൊരു ഡെഫിനേഷൻ തന്നെയാണ് കാണുന്നത്. അത് സാഹിത്യത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് എല്ലായിടത്തും വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നാട് നല്ലതും നമ്മൾ താമസിക്കുന്ന ഒരു പ്രവാസഭൂമി അത്ര നല്ലതുമല്ലാത്തൊരവസ്ഥയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് രീതിയിലാണത് പോകുന്നത്. ഇവിടെ ഇപ്പോഴും നമ്മൾ പല പണിശാലകളും പണ്ട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലത്തെ ഹ്യൂമൻ സൂകൾ, മനുഷ്യ മൃഗശാലകൾ, പല പണിസ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങനത്തെ ഒരിടത്താണ്. അപ്പോൾ അതിനെ എങ്ങനെ ഭാഷയിലേക്ക് ക്രമീകരിക്കുക? അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയെ എപ്പോഴും ഒരു മൃഗശാലയിലെ അന്തേവാസികൾ എന്നല്ലൊക്കെ ഞാനൊരു സ്ത്രീയെ ഒരു കങ്കാരുവിനെ പോലെയാണ് ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. എപ്പോഴും ഒരു കുഞ്ഞിനെ അതിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന. അപ്പോൾ ഇങ്ങനത്തെ വിചിത്രമായിട്ടുള്ള പല അനുഭവങ്ങളും പ്രവാസ ലോകത്തുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ വായനക്കാരോട് ഇത് പറയുമ്പോൾ അതെങ്ങനെ അത് മനസ്സിലാവും എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ ഹരിദാസ് സാവിത്രിയുടെ സിന്നും ശ്രീ ബെന്യാമിൻ്റെ ആടുജീവിതമൊക്കെ ഒരു പ്രവാസി വായിച്ചെടുക്കുന്നത് പോലെ നാട്ടിലത്തെ വായനക്കാരൻ വായിക്കുന്നുണ്ടോ, ഇങ്ങനെയും ജീവിതമുണ്ടോ എന്നുള്ളത് ടൈറ്റിൽ തന്നെ പറയുന്നല്ലോ. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ കെട്ടുകഥകളാണ്. ആ ഒരു കെട്ടുകഥകളുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ നാട്ടിലത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ മിഴിവ് ഉള്ളതും മിഴിവില്ലാത്തതുമായിട്ടുള്ള രീതി തന്നെയാണ് അത് വരുന്നത്. ഭാഷയിലേക്ക് എങ്ങനെ വരുന്നു പ്രവാസത്തിൻ്റെ എഴുത്തിൽ എന്നുള്ളതിൽ സംശയാസ്പദം തന്നെയാണ്. നമുക്ക് ഡെലിഗേറ്റ്സിന് എന്തെങ്കിലും നമ്മുടെ പാനലിസ്റ്റുകളോട് ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന സാഹിത്യ പ്രതിഭകളെ, നിങ്ങളെ കേൾക്കാനിരിക്കുന്ന സ്നേഹമുള്ള സഹപ്രവർത്തകരെ, എനിക്ക് 1-2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മുടെ പ്രവർത്തന മേഖലകളിലെ മൊത്തത്തിലെ ഡിബേറ്റിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്.
കലയെ സംബന്ധിച്ച് പറയുമ്പം, അല്ല കലാകാരന്മാരുടെ ഒരു സാഹചര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പം, അവരെന്തും ചെയ്യുന്നത്, അവരുടെ സൃഷ്ടികളെന്ന് പറയുന്നത് ഒരു അസാധാരണമായ ധൈര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. മുൻവിധിയോടുകൂടി ചെയ്യുന്നതല്ല. ആ ധൈര്യം കല കാണിച്ചതുകൊണ്ടാണ് നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു വേദി ഒരുങ്ങിയത് തന്നെ. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പം നമ്മുടെ കുറച്ചൊന്ന് ചുരുക്കി ചോദിക്കണം, സമയത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ടാണ്. ഗ്രന്ഥശാല മേഖലകൾ നിർവീര്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നല്ല സാഹിത്യ രചനകൾ സൃഷ്ടിച്ച ഒരുപാട് കലാകാരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം സാഹിത്യ മേഖലയെ താർക്കുന്ന ഒരു മേഖല വളർന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, കാരണം സമയക്ലിപ്തതയുണ്ട്. ചെറിയ രീതിയിൽ അത് ചെറിയ വാക്കുകളിലാക്കി ചോദിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നമസ്കാരം. സദസ്സിലിരിക്കുന്ന മാന്യ സദസ്സിനും നമസ്കാരം. എനിക്ക് ഒരു സംശയമാണ് ഉന്നയിക്കാനുള്ളത്. ചിന്ത വരുമ്പോഴാണ്, ചിന്തിച്ചും കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. ചിന്ത വരുമ്പോൾ നമ്മളുടെ ആ ചിന്തയ്ക്ക് ഉപോത്ബലകമായി ആ എഴുത്ത് വരുന്നു. പക്ഷേ ചിന്തിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്താലേ അതാണ് നല്ലത് എന്നുള്ളൊരു രീതി. വേറെ ചിലർ പറയും അല്ല ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് ശരി. അപ്പോൾ തെറ്റിനെയും ശരിയെയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റേത് ശരിയേത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടക്കാനും ഒരു ഭയമാണ്. കാരണം നമ്മുടെ പരിതസ്ഥിതികളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ആ ചിന്ത ഏത് രീതിയിൽ വേണം എന്നുള്ളതൊന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. ഇതിൻ്റെ മറുപടി സാം പൈനമൂടിനോട് ഒന്ന് പറയാനായിട്ട് പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആദ്യമായി കാണുവാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. മറുപടി പറയണം അല്ലേ? ഈ ചോദ്യത്തിന് മറുപടി വേണ്ടേ? ഓക്കെ. അതെ. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് എൻ്റെ ഒരു പ്രവർത്തന മേഖല. സർഗാത്മക സാഹിത്യം ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. സർഗാത്മക സാഹിത്യം ഞാൻ എഴുതാറില്ല. അപ്പോൾ ഈ സർഗാത്മക പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൗലികമാണെന്ന് ഒരു ചിന്ത എനിക്കുണ്ട്. യോജിക്കുന്നവരുണ്ടാവും, വിയോജിക്കുന്നവരുണ്ടാവും. പക്ഷേ പരന്ന വായന നമ്മളെ എൻലൈറ്റൻ ചെയ്യും. ആ എൻലൈറ്റ്മെൻ്റാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ വായനയാണ് ആദ്യം, രണ്ടാമത് ചിന്ത, മൂന്നാമത് എഴുത്ത്. വായന, ചിന്ത, എഴുത്ത്. ഇത് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് കേട്ടോ. മേ ബി നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷേ എഴുതണമെങ്കിൽ എന്ത് വേണം? ഞാൻ പറഞ്ഞു, വായനയുണ്ട്, ചിന്തയുണ്ട്. എഴുത്തിലേക്ക് കിടക്കണമെങ്കിൽ നമുക്കൊരു ഭാഷ വേണം. ഭാഷ വേണം. മൺമറഞ്ഞു പോയ MT ഒരിക്കൽ കുവൈറ്റിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 1001 രാവുകളുടെ നാടാണ് അറബ് നാട്. 1000 കഥകൾ, കഥാശൈലികൾ, ക്രാഫ്റ്റുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ 1001ാമത്തെ പറ്റി നിങ്ങൾ ആലോചിക്കണം. അപ്പം ഭാഷ വേണം, രചനാശൈലി. ഇത് രൂപപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ ബാക്കിയുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും അശോകൻ സാറും അല്ലെങ്കിൽ ബെന്യാമിൻ സാറും ഒക്കെ നടത്തുന്ന ശില്പശാലകൾ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ശില്പശാലകളോടി എഴുത്തിൻ്റെ മേഖലയിൽ വന്നതാണ് അശോകൻ ചെരുവിൽ. സമയത്തിൻ്റെ ക്ലിപ്തത കൊണ്ട് ആദ്യം ചോദിച്ച ഡിബേറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻ്റെ ഒരു അഭിപ്രായം പ്രേമനിലത്തിനോട് ഒന്ന് പറയുകയാണ്. ഡിബേറ്റുമായി ബന്ധപ്പെട്ടിട്ട് സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ മുൻകൂട്ടി ചോദിച്ചിട്ടല്ല പറയുന്നത് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറുപടി ഇവിടെ സംഘടിപ്പിക്കുന്നത്? ഇവിടെ ഒന്നും തന്നെ പ്രിപ്പയർഡ് ഒന്നുമല്ല. ആളുകൾ ചോദിക്കുന്നതിനനുസരിച്ച് തന്നെയാണ് ഉത്തരം പറയുന്നത്.
പിന്നെ സർഗാത്മകതയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സർഗാത്മകമായി തന്നെ മറുപടി പറയാനുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പൊതുവെ ഈ പരിപാടിയുടെ സംഘാടനം തന്നെ പ്രവാസ ലോകത്ത് സാഹിത്യത്തിൻ്റെ പ്രാധാന്യം, പ്രവാസ ജീവിതത്തിൽ സാഹിത്യത്തിൻ്റെ അനിവാര്യത, സാഹിത്യ വായനയുടെ അനിവാര്യത, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പൈനമ്മോട് പറഞ്ഞതുപോലെ ഇനിയും എഴുതപ്പെടാനുള്ള ഒരുപാട് കഥകൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സാഹിത്യത്തിൻ്റെ സ്വാധീനം അനിവാര്യമാണ്. സാഹിത്യമില്ലെങ്കിൽ ജീവിതമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സംവാദങ്ങളും ഉണ്ടാവണം. ഡിബേറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാനൊരു കാര്യം ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കുവൈറ്റിലിരുന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരു 14 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു വിഷയം അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ പുതിയൊരു നോവൽ ആശയം കൊണ്ടുവന്നത്, സംഘ നോവൽ എന്ന് പറഞ്ഞിട്ട്. അതായത് പലതരം ആശയങ്ങളെ ഞങ്ങൾ ഒരേ പുസ്തകത്തിലേക്ക്, നോവൽ രൂപത്തിലേക്ക് പരിഗണിച്ചിട്ടാണ് ആ പുസ്തകം എഴുതിയത്. അപ്പോൾ എന്താ പറയുക, ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചർച്ചകൾ നിരന്തരം നടക്കുന്നുണ്ട്. ഓക്കെ, അത് വ്യക്തമായിട്ടുണ്ട്. പ്രവാസി സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഡെലിഗേറ്റ്സിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ നന്ദി. എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് വരികളാണ്. ഞാൻ പെട്ടെന്ന് കവിത ഉണ്ടാക്കുന്ന എൻ്റെ ഭാര്യ പറയുന്ന പോലെ ഭ്രാന്തമുള്ളൊരു മനുഷ്യനാണ്. പറയുവാൻ കഴിയാത്ത പ്രണയമാണൊക്കെ, എൻ്റെ ജീവിതമാകുന്ന കഥയാണു നീയും. ഇനിയും പ്രവാസം അലിഞ്ഞു തീരാതെ, ഇനിയൊന്നും ബാക്കിയാകുവാൻ കഴിയാതെ, ഒരു നാൾ നീ നനച്ചിരിക്കാതെ കടന്നുപോകും മരണത്തിൻ മണികളിൽ അലിയാതെ അലിയും ഞാൻ. ചോദ്യത്തിലേക്ക് ചോദിക്കുന്നത് ഇവിടെ പറയുന്ന കേട്ടു. ബെന്യാമിൻ സാറ് എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ സാറിനെ പോലുള്ള കഥാകാരന്മാർ എന്നെപ്പോലുള്ള എഴുതുന്ന ആളുകൾക്ക് ഒരച്ഛനെ പോലെയാണ്. കാരണം ഒന്നെങ്കിൽ അച്ഛനെ കണ്ടുപഠിക്കാം, അല്ലെങ്കിൽ അച്ഛനെ ധിക്കരിച്ച് ജീവിച്ച് പുതിയ വഴികളിലേക്ക് നടന്നു നീങ്ങാം. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യത്തിലേക്കാണ് മേഡം വരുന്നത്. ഒരു മലയാള സദസ്സിൽ മേഡം എന്ന് വിളിക്കുന്ന പോലും തെറ്റാണ് സത്യം പറഞ്ഞത്. ഭവതി, ഇത് പറയാനുള്ളത് യൂറോപ്പിനേക്കാളും ചിന്താഗതി ഉണ്ടായിരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലും പട്ടിണിയാണ്. പിന്നെ നമ്മളൊരു കഥ എഴുതുമ്പോൾ എല്ലാവരുടെയും ദുഃഖത്തിലേക്കല്ല, അതിനപ്പുറം നമ്മൾ ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ ദുഃഖങ്ങൾ പറയുകയാണെങ്കിൽ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ചോദ്യത്തിലേക്ക് വരാം. സോറി, ലങ്കാലക്ഷ്മിയിൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഇതുണ്ട്, ശ്രീജിതനല്ല സ്ത്രീജിതനാണ് രാവണൻ എന്നുള്ള ഒരു കഥാപാത്ര സന്ധിയുണ്ട്. അപ്പോൾ കഥാപാത്ര വൽക്കരണത്തിൽ എന്തൊക്കെയാണ് ഒരു എഴുത്തുകാരൻ ഡെലിഗേറ്റ്സിലേക്ക് പോവുകയാണ്. പ്രവാസ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എൻ്റെ ചോദ്യം ഇതാണ്, കഥാപാത്ര നിർമ്മിതികളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു എഴുത്തുകാരൻ നോക്കേണ്ടത്? താങ്ക് യു. പിന്നീട് അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. അടുത്ത ആളിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഭാഷ അപഹരിക്കപ്പെടുന്ന ഈ കാലത്ത് പ്രവാസി സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ഈ എഴുത്തുകാർ എന്താണ് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? അത്തരം കൂട്ടായ്മകളുണ്ടോ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാം, പക്ഷേ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർക്ക് ചെറിയ വരികളിലെങ്കിലും എനിക്ക് ഉത്തരം അറിയാൻ ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ടാണ് ചോദ്യം. നന്ദി. അതുമായി ബന്ധപ്പെട്ട് സുനിൽ ചെറിയാനോട് മറുപടി പറയും. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഭാഷ ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് സാഹിത്യത്തിലും ഉപയോഗിക്കുന്നത്. കവിത അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ വിട്ട് ഗദ്യ കവിതയായി, കൂടുതൽ ഗദ്യമായി. അപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയാണ് ഇപ്പോൾ സിനിമയിലും കാണുന്നത്. ഇത് അപജയമായി കാണുന്നവരുണ്ട്, പക്ഷെ അതിൻ്റെ ഭാഷയുടെ ജനകീയതയായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. വേറെ ഒന്നുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യധാരാ സാഹിത്യത്തിൽ രതി, വയലൻസ്, രാഷ്ട്രീയം ഇങ്ങനെ കുത്തി നിറച്ചിട്ടുള്ള അതിന് ചേരുന്ന
ഭാഷ ആണ് ഇവർ എഴുത്തുകാർ കൂടുതലും സ്വീകരിക്കാറുള്ളത്. എനിക്ക് കാട്ടൂർ കടവ് പോലെ അല്ലെങ്കിൽ അത്തരം പരിസരത്ത് നടക്കുന്ന നാടൻ കഥകൾ, അതിന് ചേരുന്ന കഥാപാത്രങ്ങൾ, അത്തരം ഭാഷകൾ, ഇതൊക്കെയാണ് നമുക്കൊരു താല്പര്യം. പക്ഷെ നിർഭാഗ്യവശാൽ കാലത്തിൻ്റെ ഒരു ഗതികേടനുസരിച്ച് നമ്മുടെ കാലത്തെ ഭാഷ വയലൻസിൻ്റേതായി മാറുന്നുണ്ടോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോട്ടം ലൈൻ ഇതാണ്: ദൈനംദിന ഭാഷയാണ് ഇപ്പോൾ സാഹിത്യത്തിലും. സുഹൃത്ത് ചോദിച്ച ഈ രാവണൻ്റെ പ്രശ്നം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നമ്മുടെ ബോസിനെ രാവണനായിട്ട് കാണുക, പിന്നെ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ അയാളെ തെറി പറഞ്ഞ് നമ്മുടേതായ രീതിയിൽ എഴുതിയാൽ മതിയാകും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ സാം പൈനമ്പോടിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എഴുതുക എന്ന വെല്ലുവിളിക്കൊപ്പം മാനസിക സമ്മർദ്ദം നൽകുന്ന തൊഴിലിടങ്ങളും ഫ്ലാറ്റ് ജീവിതവും എഴുത്തിൻ്റെ വഴികളെ കണ്ടെത്താൻ നമുക്ക് വിഘാതമാകുന്നുണ്ട്. എങ്കിൽ കൂടിയും നിരന്തരമായ വായനയും ഓരോ വിഷയത്തിലുള്ള പഠനവും പ്രവാസികൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മൂല്യവത്തായ രചനകൾ സമൂഹത്തിന് മുന്നിൽ പ്രവാസികൾക്ക് സമർപ്പിക്കാൻ ആവുകയുള്ളൂ. പൊതുവെ ഉയർന്നു വരുന്ന ഈ അഭിപ്രായം എങ്ങനെയാണ് പ്രവാസികളായ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുക? സാം പൈനമോൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യണോ? എഴുതുക എന്ന വെല്ലുവിളിക്കൊപ്പം മാനസിക സമ്മർദ്ദം നൽകുന്ന തൊഴിലിടങ്ങളും ഫ്ലാറ്റ് ജീവിതവും എഴുത്തിൻ്റെ വഴികൾ കണ്ടെത്താൻ പലപ്പോഴും നമ്മൾക്ക് വിഘാതമാകുന്നുണ്ട്. നിരന്തരമായ വായനയും ഓരോ വിഷയത്തിലുള്ള പഠനവും പ്രവാസികൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മൂല്യവത്തായ രചനകൾ സമൂഹത്തിന് മുന്നിൽ പ്രവാസികൾക്ക് സമർപ്പിക്കാൻ ആവുകയുള്ളൂ എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന അഭിപ്രായം. അതെങ്ങനെയാണ് പ്രവാസികളായ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുക? അല്ല, ഞാൻ ആ ചോദ്യത്തോട് തന്നെ വിയോജിക്കുകയാണ്. കാരണം എഴുത്ത് എന്ന് പറയുന്നത് അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മുടെ മസ്തിഷ്കത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഘാതങ്ങളാണ് എഴുത്തായി വരേണ്ടതും. അപ്പം സാഹിത്യത്തെ ഗൗരവമായി കാണുന്നെങ്കിൽ സമകാലിക സാഹചര്യങ്ങളെ വലിയ നിരീക്ഷണ ബുദ്ധിയോടുകൂടി ലോകത്തെയും നമ്മുടെ താമസിക്കുന്ന പ്രദേശത്തെയും കാണാൻ കഴിയണം. ആ കാഴ്ചയിൽ നിന്നാണ് സാഹിത്യത്തിൻ്റെ ഉറവിടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കവിതയായാലും കഥയായാലും നോവലായാലും. അപ്പം സാഹിത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് പ്രകടമല്ല, അത് നീതിബോധത്തിൻ്റെ രാഷ്ട്രീയം ആ കഥയിൽ വരും, ആ നോവലിൽ വരും, ആ കവിതയിൽ വരും. അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധാർഹമാകുന്നത്, ഒരുപക്ഷെ ക്ലാസിക്കായി പിന്നീട് ചിത്രീകരിക്കപ്പെടുന്നത്. താങ്ക് യു. മലയാള സാഹിത്യത്തിൽ നിന്നും ഒഴിച്ചു നിർത്താവുന്ന ഒന്നല്ല പ്രവാസ സാഹിത്യം. പ്രവാസ രചനകൾ മുഖ്യധാരയിലേക്ക് വരുന്ന കാലം വിദൂരമല്ല എന്ന പ്രത്യാശയോടെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ പങ്കെടുത്ത ഓരോ പാനലിസ്റ്റുകൾക്കും ഡെലിഗേറ്റ്സുകൾക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു.